ഇവിടെ ലാബ് 1 വാല്യൂസ് ഓഫ് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉണ്ട്. നമുക്ക് ലാബ് എന്ന് പറയുമ്പോൾ 40 മാർക്കിൻ്റെ പരീക്ഷയാണിത്. അതിനകത്ത് 32 മാർക്കാണ് ലാബിൽ ചെയ്ത് വാങ്ങിക്കാനുള്ളത്. ബാക്കി 8 മാർക്കിൻ്റെ അകത്ത് 4 മാർക്ക് നമ്മുടെ റെക്കോർഡ് ബുക്കിനും 4 മാർക്ക് വൈവ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിനുമായിരിക്കും. ഇനി ഈ 32 മാർക്കെന്ന് പറയുമ്പം നമ്മൾ പഠിച്ച ലാബ്സിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ആ ചോദിക്കുന്നതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടമുള്ള 4 നമുക്ക് ചൂസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ആൻസർ ചെയ്യുമ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. മസ്റ്റായിട്ട് ഒരെണ്ണം ഫസ്റ്റ് ഇയറിൽ നിന്നും ഒരെണ്ണം സെക്കൻഡ് ഇയറിൽ നിന്നും ഉള്ള ലാബായിരിക്കണം. ബാക്കി 2 നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 4 ഒരെണ്ണത്തിന് 8 മാർക്ക് എന്ന കണക്കിന് വരുമ്പോൾ 32 മാർക്ക്. അങ്ങനെയാണ് നിങ്ങൾക്ക് 32 മാർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാബ് 1-ന് 8 മാർക്കുണ്ട്. പക്ഷേ ഇവിടെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം 4 ചോദ്യങ്ങളുണ്ട്, 10 മാർക്കും. അപ്പം ഇവിടെ നമ്മൾ 10 മാർക്ക് കറക്റ്റായിട്ട് ചെയ്താലും 8 മാർക്കേ മാക്സിമം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പം ഇപ്പം നിങ്ങൾക്ക് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് തറവായിട്ട് കോൺഫിഡൻ്റ് ആണ്, എളുപ്പമായിരുന്നു, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻ്റ് ആണ് എങ്കിൽ വേണമെങ്കിൽ 4-മത്തത് നമുക്ക് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ചെയ്താലും 8 മാർക്ക് നമുക്ക് മാക്സിമം ഇവിടെ നിന്ന് കിട്ടുള്ളൂ. അപ്പം അതുപോലെ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ലാബ് ചെയ്ത് തുടങ്ങാം. ഇവിടെ ക്വസ്റ്റ്യൻ 1-ൽ പറഞ്ഞിരിക്കുന്നത് ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ഒരു അപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജിയോജിബ്ര ഉണ്ട്. ഇതിനെ സ്റ്റാൻഡേർഡ് വ്യൂവിലേക്ക് ആക്കാനായിട്ട് ഒന്നെങ്കിൽ ഇതുപോലെ കഴ്സർ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+M ക്യാപിറ്റൽ Ctrl+M കൊടുത്താലും മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to root x. f of x is equal to റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. അത് വരയ്ക്കാനായിട്ട് കമാൻഡ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ കമാൻഡാണ് SQRT ബ്രാക്കറ്റിൽ എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ ഇൻപുട്ടിൻ്റെ അകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ബ്രാക്കറ്റിൽ എക്സ് ഇസ് ഈക്വൽ ടു SQRT ബ്രാക്കറ്റിൽ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഗ്രാഫ് വന്നു. ഒന്ന് എൻ്റർ കൊടുക്കുമ്പം റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ്, ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് മിനിമം -10, മാക്സിമം 10 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.1. എയ്ക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ടൂളുണ്ട്, സ്ലൈഡർ ടൂള്, അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് സ്ലൈഡർ, ഫസ്റ്റ് ഓപ്ഷൻ സ്ലൈഡർ എടുക്കുക. അതെടുത്തിട്ട് ജസ്റ്റ് സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് എയ്ക്കാണ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പേര് എ, അത് ഓൾറെഡി ഉണ്ട്, നമ്മളൊന്നും ചെയ്യേണ്ട. നമുക്കിവിടെ മിനിമം -5 ആണ്, -10 10 ആക്കി അത് മാറ്റണം. അപ്പോൾ ഇവിടെ -10, മാക്സിമം 10, ഇൻക്രിമെൻറ്റ് 0.1, ഇൻക്രിമെൻറ്റ് 0.1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ലൈഡറിൻ്റെ ലെങ്ത് -10 മുതൽ 10 വരെ ആണ്. അപ്പോൾ ബാക്ക് ടു 1. അടുത്തത് പ്ലോട്ട് ദ പോയിൻറ്റ്സ് a,0, b, a,f of a ആൻഡ് c, 0,f of a. ഈ 3 പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അതിന് ഇത് ഓരോന്ന് 1 by 1 ആയിട്ട് താഴെ ഇൻപുട്ടിൽ കൊടുത്താൽ മതി. ആദ്യം a is equal to ബ്രാക്കറ്റിൽ a,0, ക്യാപിറ്റൽ A is equal to ബ്രാക്കറ്റിൽ a,0. അപ്പം സ്മോൾ ലെറ്റർ എ പറഞ്ഞെടുത്ത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്റർ എ പറഞ്ഞെടുത്ത് ക്യാപിറ്റൽ ലെറ്ററും തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുമ്പം എ വന്നു. അടുത്തത് b is equal to a,f of a, ക്യാപിറ്റൽ B is equal to ബ്രാക്കറ്റിൽ a,f of a, b വന്നു. അടുത്തത് c is equal to 0,f of a, ക്യാപിറ്റൽ C is equal to ബ്രാക്കറ്റിൽ 0,f of a. എൻ്റർ ചെയ്യാം. നമുക്ക് 3 പോയിൻറ്റ്സുമായി. അടുത്തത് ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് AB ആൻഡ് BC.
ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ബോക്സ് വരാൻ കാര്യം ഇത് ക്യാൻസൽ ചെയ്തേക്കാം. ഇവിടെ ഇത് ആക്ടിവേറ്റ് ആയി കിടക്കുന്നതുകൊണ്ടാണ് സ്ലൈഡർ. അപ്പോൾ ഇത് മൂവ് ചെയ്തേക്കാം. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് എ ബി ആൻഡ് ബി സി. ഇവിടെ നമുക്ക് സെഗ്മെൻറ്റ് ടൂൾ ഉണ്ട്. സെഗ്മെൻറ്റ് ടൂൾ എടുക്കുക, അതിനകത്ത് സെഗ്മെൻറ്റ് ലൈൻ ടൂൾ എടുക്കുക, ലൈൻ ടൂളിൻ്റെ അകത്ത് സെഗ്മെൻറ്റ് എയിൽ ക്ലിക്ക് ചെയ്യുക, ബിയിൽ ക്ലിക്ക് ചെയ്യുക, ബി ആയി, ബിയിൽ ക്ലിക്ക് ചെയ്യുക, സിയിൽ ക്ലിക്ക് ചെയ്യുക, ബി സി ആയി മൂവ് ചെയ്തേക്കുക. അടുത്തത് ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. അപ്പോൾ ഇവിടെ നമുക്ക് ലാബ് 1ൻ്റെ അകത്ത് 2 ഇൻപുട്ട് ബോക്സസ് ഉണ്ട്. ഈ 2 ഇൻപുട്ട് ബോക്സസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്തെടുക്കുന്നത്. ആർക്കൊക്കെ ഇൻപുട്ട് ബോക്സസ്? എഫിനും എയ്ക്കും. എഫ് നമ്മുടെ ഫംഗ്ഷൻ, എ എന്ന് പറയുന്നത് വാല്യൂ. ഈ ഫംഗ്ഷനും വാല്യൂ 2 ബോക്സസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് 2 ഇൻപുട്ട് ബോക്സസ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സ്ലൈഡർ ടൂളിൻ്റെ അകത്ത് ലാസ്റ്റ് ഇൻപുട്ട് ബോക്സ് കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്യുക, സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്യാപ്ഷൻ ആദ്യം നമുക്ക് എഫിനാണ് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപ്ഷൻ എഫ് എന്നോ ഫംഗ്ഷൻ എന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഇത് സെലക്ട് ചെയ്യുമ്പം ഇവിടെ സൈഡിൽ ആരൊക്കെ ഉണ്ടോ അത് കംപ്ലീറ്റ് വരും. നമുക്ക് ഫംഗ്ഷനാണ് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു SQRT വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതിനാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബോക്സ് കിട്ടി. ഒരു ബോക്സ് കൂടെ വേണം എയ്ക്ക്. അതിന് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് എയ്ക്കാണ് ബോക്സ് വേണ്ടത്. അപ്പോൾ ക്യാപ്ഷൻ എ, ലിങ്ക് ചെയ്യേണ്ടത് എനെയാണ്. നേരത്തെ നമ്മൾ ഫംഗ്ഷനെ ലിങ്ക് ചെയ്തു, ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത് എനെയാണ്. ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ മൂവ് എടുത്തങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്തേക്കാം. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ സ്ലൈഡർ മാറ്റുമ്പം അതനുസരിച്ച് നമ്മുടെ വാല്യൂ ബോക്സിൽ ആൾക്കാർ മാറുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റാണ്, അല്ലെങ്കിൽ എവിടെയോ തെറ്റിപ്പോയി. ലിങ്ക് ചെയ്തതിൽ പ്രശ്നം വന്നാലേ ഉള്ളൂ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബാക്കി നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇത്രയും ചെയ്യുന്നതിന് നമുക്ക് 3 മാർക്കാണുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാമിനറിനെ വിളിച്ച് കാണിക്കാം. ഇനി നമുക്ക് ആൻസർ ഷീറ്റ് ഉണ്ടാവും. ആൻസർ ഷീറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത് അപ്ലെറ്റ് കൺസ്ട്രക്റ്റർ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് ദ അപ്ലെറ്റ് എന്ന് എഴുതി വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ലാബ് 1 വാല്യൂസ് ഓഫ് ഫങ്ഷൻസ് എന്ന് ബ്രാക്കറ്റിൽ ഫസ്റ്റ് ഇയർ എന്ന് കൊടുത്ത് ഹെഡിങ് കൊടുത്തിട്ട് വേണം ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ അകത്ത് അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂസിങ് എബ് അപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് 3.4. ഈ അപ്ലെറ്റ് യൂസ് ചെയ്തുകൊണ്ട് റൂട്ട് 3.4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ റൂട്ട് 3.4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 3.4 കൊടുത്താൽ റൂട്ട് 3.4 കിട്ടുമല്ലോ. റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ അകത്ത് 3.4 കൊടുത്താൽ നമുക്ക് റൂട്ട് 3.4 കിട്ടും. അതായത് റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ, 3.4 എന്ന് പറയുന്നത് വാല്യൂ. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ അകത്ത് ഓൾറെഡി റൂട്ട് എക്സ് കിടപ്പുണ്ട്, നമുക്ക് വാല്യൂ മാത്രം മാറ്റി കൊടുത്താൽ മതി. വാല്യൂ 3.4 എന്ന് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുക. ബിയിൽ നമ്മൾ കൊടുത്തിരുന്ന എന്താ, ബി എന്ന് പറയുന്നത് A, F ആണ്. അതായത് എ ഇവിടെ വരുന്നത് എഫിൻ്റെ അകത്ത് എ ഇട്ട് കൊടുത്താൽ എന്താണ് ഔട്ട്പുട്ട്, അതാണ് ഇവിടെ വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കാം, ബി നോക്കുമ്പം 3.4 എന്ന് പറയുന്ന വാല്യൂ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് 1.84. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടുകൾ നോക്കാനായിട്ട് ബിയുടെ വൈ കോർഡിനേറ്റിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. റൂട്ട് 3.4 ഈസ് ഈക്വൽ ടു 1.84. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് ചേഞ്ച് ദ സ്ലൈഡർ ടു 3.4. നമ്മൾ വാല്യൂ മാറ്റിയപ്പോൾ സ്ലൈഡറിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഈ സ്ലൈഡർ മാറ്റാനായിട്ടാണ് നമ്മൾ ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡർ ഡ്രാഗ് ചെയ്ത് മാറ്റുന്നതിലും എളുപ്പമാണ്, ഡ്രാഗ് ചെയ്ത് 3.4ലേക്ക് എത്തിക്കുന്നതിലും എളുപ്പമാണ് നമ്മൾ ഈ ബോക്സിൽ ഡയറക്റ്റ് 3.4 എന്ന് പറയുന്ന വാല്യൂ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ചേഞ്ച് സ്ലൈഡർ ടു 3.4. സ്ലൈഡർ 3.4ലേക്ക് മാറ്റി. അപ്പോൾ റൂട്ട് 3.4 ഈസ് ഈക്വൽ ടു 1.84 എന്ന് നമുക്ക് കിട്ടി.
എവിടുന്ന ഫ്രം ദ വൈ കോർഡിനേറ്റ് ഓഫ് ബി, ബിയുടെ വൈ കോർഡിനേറ്റിൻ്റെ അകത്തു നിന്നാണ് നമുക്കത് കിട്ടിയത്. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, യൂസിങ് എബോ അപ്ലെറ്റ്, ഈ അപ്ലെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സൈൻ 7.7 ആൻഡ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ്. ഇപ്പോൾ സൈൻ 7.7 കണ്ടുപിടിക്കണം. സൈൻ 7.7 കണ്ടുപിടിക്കാനായിട്ട് ഫംഗ്ഷനും വേണം വാല്യൂയും വേണമല്ലോ. ഇവിടെ ഫംഗ്ഷൻ ആരാ? സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 7.7 ഇട്ട് കൊടുക്കുമ്പോഴല്ലേ സൈൻ 7.7 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ബോക്സിൽ സൈൻ എക്സ് എന്ന് കൊടുക്കുക, സൈൻ ബ്രാക്കറ്റിൽ എക്സ്, വാല്യൂ ബോക്സിൽ 7.7 എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കണ്ടോ ഫംഗ്ഷൻ മാറിയപ്പോഴേക്കും നമ്മുടെ ഗ്രാഫ് മാറിയിട്ടുണ്ട്. ഇവിടെയും ഫംഗ്ഷൻ മാറി. ഇവിടെ ബിയുടെ കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. 7.7 എന്ന് പറയുന്ന വാല്യൂ സൈൻ എക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പം സൈൻ 7.7 എന്താവും? 0.99. അപ്പോൾ സൈൻ 7.7ൻ്റെ വാല്യൂ ആണ് 0.99. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കെങ്ങനെ ആൻസർ ചെയ്യാം? ചേഞ്ച് ദ ഫംഗ്ഷൻ ടു സൈൻ എക്സ്, ഫംഗ്ഷൻ സൈൻ എക്സ് ആയി. ചേഞ്ച് ദ സ്ലൈഡർ ടു 7.7, ഇപ്പോൾ ഫംഗ്ഷൻ ബോക്സും സ്ലൈഡർ ബോക്സും നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ സൈൻ 7.7 എന്തെന്ന് കിട്ടി? 0.99 എന്ന് കിട്ടി. എവിടുന്ന്? ഫ്രം ദ വൈ കോർഡിനേറ്റ് ഓഫ് പി. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്തത്, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 3:4.4. 3:4.4ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടെ ഒരു മെത്തേഡും ഇവിടെ വേറൊരു മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് 3:4.4 കിട്ടാൻ 3x എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 4.4 കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാണ് ഫസ്റ്റ് മെത്തേഡ്. എന്താ ഇവിടെ ഫംഗ്ഷൻ്റെ അകത്ത് 3x, 3 ഷിഫ്റ്റ് ക്യാപ്പ് 3x കൊടുക്കുക, വാല്യൂവിൻ്റെ അകത്ത് 4.4 എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ 4.4 3x കൊടുക്കുമ്പോൾ 3:4.4 is equal to 125.7 എന്ന് നമുക്ക് കിട്ടി. അതാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. ചേഞ്ച് ദ ഫംഗ്ഷൻ ടു 3x, ചേഞ്ച് ദ സ്ലൈഡർ ടു 4.4. അപ്പോൾ 3:4.4 is equal to 125.7 എന്ന് നമുക്ക് കിട്ടും. സെക്കൻഡ് മെത്തേഡ്, ഇവിടെ x⁴.4 കൊടുത്തിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്താലും മതിയല്ലോ. അതാണ് സെക്കൻഡ് മെത്തേഡ്. x⁴.4 എടുക്കുക, എന്നിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. അപ്പം എന്ന് വരും? ഇവിടെ ഫംഗ്ഷൻ x⁴.4 വാല്യൂ 3, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്ന വാല്യൂ x⁴.4ൻ്റെ ഇട്ട് കൊടുക്കുമ്പോൾ 3:4.4 is equal to 125.7 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നേരത്തെ കിട്ടിയ ആ 125.7 തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് മെത്തേഡ്സ്. ഒന്ന് 3x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് 4.4 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4.4x is equal to 3x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് 4.4 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3:4.4 is equal to 125.7 എന്ന് കിട്ടും. രണ്ടാമത്തെ മെത്തേഡ് x⁴.4 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3:4.4 is equal to 125.7 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് മെത്തേഡ്സ്. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. ഈ ലാബിൻ്റെ അകത്ത് കോമൺ ആയിട്ട് കുട്ടികളുണ്ടാക്കുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുക. അതിൻ്റെ അകത്ത് സൈൻ 7.7ൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബോക്സിൽ കൊടുത്ത് വാല്യൂ ബോക്സിൽ 7.7, അങ്ങനെ രണ്ട് ബോക്സസ് യൂസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതാണ് കറക്റ്റ് മെത്തേഡ്. പക്ഷെ ചില കുട്ടികൾ ചെയ്യാറുണ്ട്, എല്ലാം കൂടി ഒരു ബോക്സിൽ കൊടുക്കും. സൈൻ ബ്രാക്കറ്റിൽ 7.7 എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ട് ആൻസർ 0.99 തന്നെ കിട്ടും. ഇവിടെ സൈൻ 7.7 0.99 തന്നെയാണ്, അത് നമുക്ക് കിട്ടും. പക്ഷേ ഈ മെത്തേഡ് തെറ്റാണ്.
നമ്മൾ ബോക്സ് രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ 2 ബോക്സസ് യൂസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഫങ്ഷൻ ബോക്സിൽ എക്സും കൊടുക്കുക, സൈൻ എക്സും കൊടുക്കുക, വാല്യൂ ബോക്സിൽ 7.7 കൊടുക്കുക. ഇങ്ങനെ തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. കണ്ടു, ഇപ്പോഴാണ് നമുക്ക് ഗ്രാഫൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ഈ ലാബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.